ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിരന്തരം ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ വഴിയാണ് പല ക്രമക്കേടുകൾ നടത്തുന്നത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ശേഖരന്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ടാവും. അങ്ങനെ തെറ്റായ ആരോപണം ഉന്നയിച്ച അധിക്ഷേപകരമായ പ്രസ്താവനയും പരസ്യ പ്രതികരണവും നടത്തിയിട്ടുള്ള MLA അൻവറിനെതിരായി ഞാനിപ്പോൾ ഒരു പെറ്റീഷൻ തലശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പെറ്റീഷൻ കണ്ണൂരും ഫയൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച് തികച്ചും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹത്തിനിപ്പോൾ പത്രത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ, മാധ്യമങ്ങളിൽ സ്ഥാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുകിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയണം, അല്ലെ റിയാസിനെതിരെ പറയണം, അല്ലെ എനിക്കെതിരെ പറയണം, അല്ലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എതിരെ പറയണം. അല്ലാതെ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ അതപ്പതിച്ചു പോയി. അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയമില്ല. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം ഉള്ളതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. ലീഗിൻ്റെ രാഷ്ട്രീയമാണോ എന്ന് പറയണം, അല്ല BJPയുടെ രാഷ്ട്രീയമാണോ എന്ന് പറയണം. ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്ന മട്ടിലേക്ക് അദ്ദേഹം തരം താഴ്ന്നു പോയിരിക്കുന്നു. അത് രാഷ്ട്രീയ പ്രവർത്തകന്റെ അധപ്പതനമാണ്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? 8 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ, വികസനം, മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിന് ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും. ഈ നേട്ടം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങൾ തമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. സർക്കാരിനെതിരെ ഒരു മോശമായിട്ടുള്ള ഒരു നിഴലുണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ഒരു വികസന പ്രവർത്തനങ്ങളിലും ഈ മറച്ചു പിടിക്കാനുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങളെ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ജനശ്രദ്ധയിൽ നിന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടി നടത്തുന്ന അപവാദ പ്രചരണങ്ങളുടെ ഭാഗമാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഓഫീസിനെതിരായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന യാത്ര. തുടർന്ന് ശക്തമായ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നോട്ടീസ് അയച്ചിട്ട് അൻവർ മറുപടി അയച്ചില്ല. അൻവറിനെ ഈ തലശ്ശേരി കോടതിയിൽ കൊണ്ട് ഹാജരാക്കിച്ചിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ. ബാക്കി കോടതി തീരുമാനിക്കും എന്ത് നടക്കും.